വരയാടിൻ്റെ ശാസ്ത്രീയ നാമം എന്താണ്? ഉത്തരം നീലഗിരി ട്രാഗസ് ഹൈലോക്രിയസ് എന്നാണ്. രാജമല വിനോദസഞ്ചാര കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ഏത് ദേശീയോദ്യാനത്തിലാണ്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. കേരളത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏത്? ഉത്തരം ഇരവികുളം ദേശീയോദ്യാനം. കേരളത്തിലെ ആദ്യത്തെ ദേശീയോദ്യാനമായ ഇരവികുളം ഇത് സ്ഥാപിക്കപ്പെട്ടത് 1978 ഏത് ജില്ലയിലാണ്? ഉത്തരം ഇടുക്കി ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇരവികുളം ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന താലൂക്ക് ഏത്? ഉത്തരം ദേവികുളം താലൂക്ക്. ഇരവികുളം ദേശീയോദ്യാനത്തിൻ്റെ വലിപ്പം എത്ര? ഉത്തരം 97 ചതുരശ്ര കിലോമീറ്റർ. കല്യാൺ സോന, സോണാലിക എന്നിവ ഏതിൻ്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ്? ഉത്തരം ഗോതമ്പിൻ്റെ. ഹരിത വിപ്ലവം ആരംഭിച്ചത് എവിടെയാണ്? ഉത്തരം മെക്സിക്കോയിലാണ്. ഹരിത വിപ്ലവം ഏഷ്യയിൽ ആരംഭിച്ചത് എവിടെ? ഉത്തരം ഫിലിപ്പീൻസിലാണ്. ഇന്ത്യയിൽ ഹരിത വിപ്ലവം ആരംഭിച്ച സംസ്ഥാനം ഏത്? ഉത്തരം പഞ്ചാബ്. ഹരിത വിപ്ലവത്തിലൂടെ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മെച്ചമുണ്ടാക്കിയ നാണ്യവിള ഏത്? ഉത്തരം കരിമ്പ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ ആർക്കിടെക്റ്റ് എന്നറിയപ്പെടുന്നതാര്? ഉത്തരം ഡോക്ടർ MS സ്വാമിനാഥൻ. അനുബന്ധാസ്ഥികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര? ഉത്തരം 126. അക്ഷാസ്ഥികൂടത്തിൽ ഉൾപ്പെടുന്ന അസ്ഥികൾ ഏതെല്ലാം? ഉത്തരം തലയോട്, മാറല്, വാരിയലുകൾ, നട്ടെല്ല്. കൈകാലുകളിലെ അസ്ഥികൾ തോളെല്ല്, ഇടുപ്പെല്ല് എന്നിവ ഏത് അസ്ഥികൂടത്തിൽ കാണപ്പെടുന്നു? ഉത്തരം അനുബന്ധാസ്ഥികൂടത്തിലാണ് ഇത് കാണപ്പെടുന്നത്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏത്? ഉത്തരം തുടയെല്ലാണ്. ഇതിന് ശരാശരി 50 സെൻറ്റിമീറ്റർ നീളമുണ്ട്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ചെറിയ അസ്ഥി ഏതാണ്? ഉത്തരം ചെവിയിലെ സ്റ്റേപ്പിസ്. വായയുടെ മേൽത്തട്ട് ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം പാലറ്റ് എന്നറിയപ്പെടുന്നു. ഭക്ഷണത്തെ വായിൽ വെച്ചുള്ള ദഹനത്തിന് സഹായിക്കുന്ന ദഹനരസം ഏത്? ഉത്തരം സലൈവറി അമിലേസ്. വായിൽ വെച്ച് അന്നജത്തിന് എന്ത് സംഭവിക്കുന്നു? ഉത്തരം വായിൽ വെച്ച് അന്നജം മാൾട്ടോസ് ആയി മാറുന്നു. വായിൽ എത്ര ജോഡി ഉമിനീർ ഗ്രന്ഥികളുണ്ട്? ഉത്തരം 4 ജോഡി. മനുഷ്യനിലെ ഏറ്റവും വലിയ ഉമിനീർ ഗ്രന്ഥി ഏത്? ഉത്തരം പരോട്ടിഡ് ഗ്രന്ഥി. മനുഷ്യനിലെ ഏറ്റവും ചെറിയ ഉമിനീർ ഗ്രന്ഥി ഏത്? ഉത്തരം സബ് ലിംഗ്വൽ ഗ്രന്ഥികൾ. ഇന്ത്യയുടെ മാനക രേഖാംശം ഏത്? ഉത്തരം 82.5 ഡിഗ്രി പൂർവാംശ രേഖ. ഇന്ത്യയുടെ മധ്യഭാഗത്തു കൂടി കടന്നു പോകുന്ന രേഖാംശ രേഖ ഏത്? ഉത്തരം 82.5 ഡിഗ്രി പൂർവ്വരേഖാംശം. മാനകരേഖാംശം ഏതെല്ലാം സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു? മാനകരേഖാംശം ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, ഒഡീഷ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ് എന്നീ 5 സംസ്ഥാനങ്ങളിലൂടെ കടന്നു പോകുന്നു.